ഹായ് ഫ്രണ്ട്സ്, കിച്ചൂസ് വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു അച്ചാർ റെസിപ്പിയാണ്, ആപ്പിൾ അച്ചാർ. ഇതിന് ഞാനിവിടെ ഗ്രീൻ ആപ്പിളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഗ്രീൻ ആപ്പിൾ അത്യാവശ്യം പുളിയുള്ള ആപ്പിൾ ആയതുകൊണ്ടാണ് ഗ്രീൻ ആപ്പിൾ എടുത്തിരിക്കുന്നത്. പാൻ ചൂടായതിനു ശേഷം അതിലേക്ക് 1/2 കപ്പ് എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായതിനു ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ആഡ് ചെയ്യുക. കടുക് അത്യാവശ്യം പൊട്ടി വരുന്ന സമയത്ത് അതിലേക്ക് 1 ടീസ്പൂൺ ഉലുവ ആഡ് ചെയ്യുക. ഉലുവ ജസ്റ്റ് ഒന്ന് ബ്രൗൺ കളർ ആവുന്ന സമയത്ത് അതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി ആഡ് ചെയ്യുക. 1/2 കപ്പ് ഇഞ്ചി ആഡ് ചെയ്യുക. അതിനുശേഷം 1/2 കപ്പ് വെളുത്തുള്ളി ആഡ് ചെയ്യുക. ഒരു 4 പച്ചമുളക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളത് ആഡ് ചെയ്യുക. കുറച്ച് കൂടുതൽ കറിവേപ്പില ആഡ് ചെയ്യുക. എല്ലാം നന്നായി പച്ചമണമൊക്കെ മാറി വരുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കുക. പച്ചമണം ഒന്ന് മാറി വന്നതിന് ശേഷം അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുക. 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ആഡ് ചെയ്യുക. 1/4 ടേബിൾ സ്പൂൺ കായപ്പൊടി ആഡ് ചെയ്യുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ പൊടികളെല്ലാം ആഡ് ചെയ്യുന്ന സമയത്ത് തീ ലോ ഫ്ലെയിമിലായിരിക്കണം. പൊടികളുടെ എല്ലാം ഒരു പച്ചമണം മാറി വരുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കുക. പൊടികളുടെ എല്ലാം പച്ചമണം മാറിയതിന് ശേഷം അതിലേക്ക് അരിഞ്ഞു വച്ചിട്ടുള്ള ഗ്രീൻ ആപ്പിൾ ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്യുക. കൂടുതൽ ഉപ്പ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അവസാനം ഉപ്പ് നോക്കിയിട്ട് വീണ്ടും ആവശ്യമുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഉപ്പ് ആഡ് ചെയ്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം 1/4 കപ്പ് വിനീഗർ ആഡ് ചെയ്യുക. വിനീഗർ ആഡ് ചെയ്തതിന് ശേഷം അധികം ആപ്പിൾ കുക്ക് ആവേണ്ട കാര്യമില്ല, അത് വല്ലാതെ ഉടഞ്ഞു പോകും. അപ്പോൾ പെട്ടെന്ന് തന്നെ തീ ഓഫ് ചെയ്യുക. ആപ്പിൾ അച്ചാർ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. സ്റ്റീലോ അല്ലെങ്കിൽ നോൺ സ്റ്റിക്കോ ആയിട്ടുള്ള പാത്രങ്ങൾ മാത്രം അച്ചാർ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുക. ഇതിൽ വിനീഗർ ചേർക്കുന്നത് കൊണ്ട് അതിന് റിയാക്ഷൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള പാത്രങ്ങൾ മാത്രം ഉപയോഗിക്കുക. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വളരെ ഈസിയായി തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അച്ചാർ റെസിപ്പിയാണ്, നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ബൈ.